ഞാൻ ഉണ്ടായിരുന്നു. കണ്ടായിരുന്നോ? കാണാൻ പറ്റൂല. മരു അങ്ങ് ദൂരെ പോയി. അപ്പോഴത്തേക്ക് എനിക്ക് പേടി. ആനയില്ലേ പിന്നെ എന്ന് പറയുമ്പോഴത്തേ സുഖമില്ലാത്തതുകൊണ്ട് ഓടാൻ പോലും പറ്റൂല. അവിടെ നിന്ന് ഇടി വായിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് വെടിവെച്ച് ഒരു മോനും കൊണ്ട് ഒരു ഭാര്യയും ഒരു മൂന്നിൽ മാത്രമേ ഉള്ളൂ അവിടെ. അവര് വിരട്ടിയൊക്കെ ഓടിച്ചു. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ പോകുന്നത് നെടുമങ്ങാടോട്ട്. ചേട്ടന് വർക്ക് ചെയ്യാനുള്ള മെഷീന്റെ സ്പെയർ വാങ്ങാൻ പോവുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം പോക്കാണ്. അതുകൊണ്ട് സ്പെയറും വാങ്ങി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു. നേരെ വിതിരയിലോട്ട് വെച്ചു പിടിച്ചു. പോകുന്ന വഴിക്ക് വിതിര പൊടിയക്കാല ബസ്സിനെ കണ്ടു. ജോലിയിൽ ഒരു ദിവസം ഒന്ന് കറങ്ങണം, അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. എന്നാലൊന്ന് പൊടിയകാല കണ്ടേക്കാമെന്ന് കരുതി. ഇതുവരെയും പൊടിയകാല കണ്ടിട്ടില്ല. പൊടിയകാലയിലോട്ട് പോകാൻ പ്രത്യേക പെർമിഷൻ ആവശ്യമാണ്. അതുകൊണ്ട് അന്യവാഹനങ്ങളെ അങ്ങോട്ട് കടത്തിവിടില്ല. KSRTC ബസ് തന്നെയാണ് ആശ്രയം. പക്ഷേ ഞങ്ങളൊരു കാര്യം വിട്ടുപോയി. കയ്യിൽ ഒരു 5 പൈസ ഇല്ല. ജീപ്പേ ആയത് കാരണം KSRTC ബസ്സിന് കൊടുക്കാനുള്ള ടിക്കറ്റ് എടുക്കാൻ എങ്ങനെ പൈസ ഒപ്പിക്കുമെന്ന ചിന്തയായി. ആർക്കെങ്കിലും ജീപേ ചെയ്ത് പൈസ ചോദിക്കണം. ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പാഞ്ഞു പിടിച്ച് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിർത്തണം. ഒരു മീൻകടയിൽ നിർത്തി പൈസ ചോദിച്ചു. പേടിഎമ്മിൽ 200 രൂപ ലഭിച്ചു. പൊടിയകാല ബസ്സിനെ വിതിര ഡിപ്പോയിൽ വെച്ച് പൊക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ വിതിര ഡിപ്പോയിലെത്തി. വിതിരയിൽ നിന്നും പൊടിയകാലയിലോട്ട് ഒരു ബസ് മാത്രമാണ് സർവീസ് നടത്തുക. ഞങ്ങൾ വിതിര ഡിപ്പോയിൽ എത്തിയപ്പോൾ സമയം 1:20. ഞങ്ങളൊരു 10 മിനിറ്റ് ഡിപ്പോയിൽ വെയിറ്റ് ചെയ്തു. മറ്റു യാത്രക്കാർ ആരും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നു പൊടിയകാലയിലോട്ട് പോകാനുണ്ടായിരുന്നത്. 1:30 ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. ഈ ഒരേ ഒരു ബസ്സാണ് പൊടിയകാലയിലോട്ട് പോകുന്നത്. ഒരു ദിവസം 3 നേരമാണ് സർവീസ് നടത്തുക. ഇതൊരു യാത്രാ വിവരണ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ബസ്സിനുള്ളിൽ ഇരുന്ന് പൊടിയകാലയിലുള്ള കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് കാണാൻ കഴിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കടയാണ് കാട്ടിലെ കട. ബസ്സിലെ ജീവനക്കാരും ഞങ്ങളും ഇവിടെ നിന്നൊരു പാഴ്സൽ വാങ്ങി. അവർ സ്ഥിരമായി പാഴ്സൽ വാങ്ങുന്ന ഒരു കടയാണ്. ഇവിടുത്തെ ഊണ് ഫേമസ് ആണ്. കൂവയിലയിലാണ് ഇവർ ഊണ് തരുന്നതും. അങ്ങനെ പാഴ്സലും വാങ്ങി ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങളുമായി ഒരു ഉല്ലാസയാത്ര തന്നെയായിരുന്നു. യാത്രക്കാർ ആരും തന്നെ ഇല്ലെങ്കിലും ഈ റൂട്ടിൽ സർവീസ് നടത്തേണ്ടത് നിർബന്ധമാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ കാടിന്റെ അങ്ങേയറ്റത്ത് കുറച്ച് കുടുംബങ്ങളുണ്ട്. അവർക്ക് ഏക ആശ്രയം ഈ KSRTC ബസ്സാണ്. പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്കൊരു ഗൈഡായി അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. പൊടിയകാല കാണാൻ മനോഹരമാണെങ്കിലും ചില അപകടങ്ങൾ ഇവിടെ പതിയിരിക്കുന്നുണ്ട്. എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യമാണ്. രാത്രിയെന്നും പകലെന്നുമില്ലാതെ ആനയുടെയും കാട്ടുപോത്തിന്റെയും ഒരു വിഹാര കേന്ദ്രം കൂടിയാണ് ഈ പൊടിയകാല. വിതിരയിൽ നിന്നും 10 കിലോമീറ്ററാണ് ഈ പൊടിയകാലയിലേക്കുള്ള ദൂരം. ഈ 10 കിലോമീറ്ററും വനത്തിലൂടെയുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് വനനിവാസികൾ ആരാധിക്കുന്ന അവരുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളും കാണാം. ഇനി മുന്നോട്ട് പോകുന്തോറും കൺകുളിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിജനമായ റോഡിലൂടെ ഒരു ബസ്സിലിരുന്ന് ഈ കാഴ്ചകൾ കാണുന്നത് അതിമനോഹരമാണ്. ഇതുപോലെ കുറച്ചു ദൂരം ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുക. ഉച്ചയ്ക്കാണെങ്കിൽ കൂടിയും നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. കാട്ടുപോത്തും ആനയും പന്നിയും കരടിയൊക്കെ നല്ലതുപോലെയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഞങ്ങൾ വന്ന സമയത്ത് അവർ പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഇതുവഴി യാത്ര ചെയ്ത ഒരാളുടെ കൈ കരടി കടിച്ചു പറിച്ചെടുത്ത് കളഞ്ഞു എന്ന്. അതുകൊണ്ട് ഇതിനുള്ളിൽ താമസിക്കുന്നവർ പോലും ജീവനിൽ ഭയന്നാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. എഴുപത്തിരണ്ടോളം കുടുംബങ്ങളാണ് ഇതിനുള്ളിൽ വസിക്കുന്നത്. പേപ്പാറ ഡാമിന്റെ ഒരു ഭാഗമാണ് ഈ പൊടിയകാല. ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. ആന ഇറങ്ങിയതിന്റെ തെളിവുകൾ നമുക്ക് കാണാനും കഴിഞ്ഞു. വരുന്ന വഴിക്കൊക്കെ ചെടികൾ കുത്തിമറിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലൊരു ചെക്ക് പോസ്റ്റ് കാണാം. ഇത് കടന്നു വേണം ഇനി പൊടിയകാല എത്താൻ. ഇനിയുള്ള യാത്ര കുറച്ച് ദുർഘടം പിടിച്ചതാണ്.
അത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. ഈ റോഡ് താണ്ടി കടക്കാൻ ഒത്തിരി സമയമാണ് എടുക്കുന്നത്. നന്നേ പാടുപെട്ടാണ് അവർ ഇതുവഴി വാഹനം ഓടിക്കുന്നത്. ആന ഇറങ്ങിയാൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇതുവഴി പലരും പെട്ടുപോയിട്ടുണ്ട്. അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിവിടെ. മലവെള്ളം ഇറങ്ങിയാൽ ഈ റോഡ് മൊത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഇനി ഒരു റൈഡിൽ കയറിയില്ല എന്ന പരാതി പറയണ്ടല്ലോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആ പരാതി അങ്ങ് തീർന്നു. ഒരു റൈഡിൽ കയറിയതുപോലെയായിരുന്നു ഈ റോഡിലൂടെയുള്ള യാത്ര. ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്ന ഇവരെ സമ്മതിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ കുണ്ടും കുഴിയും താണ്ടി ഏകദേശം പൊടിയകാല എത്താറായെന്ന് തോന്നുന്നു. അങ്ങനെ ആ റോഡ് താണ്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാണുന്നത് മനോഹരമായ കാഴ്ചയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഒരു മടുപ്പ് തോന്നത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. പൊടിയകാലയിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ യാത്രയിൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. ഇതൊരു ടൂറിസം കേന്ദ്രമല്ല. വനത്തിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ യാത്ര ഇഷ്ടപ്പെടും. പോകുന്ന വഴിക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു മനോഹര കാഴ്ചയാണിത്. ഇതൊരു സ്റ്റോപ്പാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് 2-3 സ്റ്റോപ്പുകൾ ഈ വനത്തിനുള്ളിലുണ്ട്. ഇതാണ് പൊടിയകാലയിലെ ആ മനോഹര കാഴ്ച. പേപ്പാറ ഡാമിന്റെ റിസർവെയറാണ്. ഇവിടെ ആരെയും ഇറങ്ങാൻ അനുവദിക്കുന്നതല്ല. നല്ല ആഴം കൂടിയ സ്ഥലങ്ങളാണ്. പൊടിയകാലയിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള വീടുകൾ കാണാൻ കഴിയുക. വന്യമൃഗങ്ങളുടെ നടുവിലായിട്ടാണ് ഇവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയാണ് ഇവർ പുറത്തു പോകുന്നതും വരുന്നതും. പൊടിയകാല എത്തിയപ്പോൾ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങളെ പരിചയപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പൊടിയകാലയിൽ എത്തിയിട്ടുണ്ട്. പൊടിയകാലയിലെ ബസ്സൊക്കെ നിർത്തുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് പൊടിയകാല അവസാനിക്കുന്നതും. ബസ് എടുക്കുമ്പോൾ കയറാൻ വേണ്ടി ആള് നിൽക്കുക. ഇനി നമുക്ക് കാട്ടിലെ കടയിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ പൊതിയൊന്ന് തുറന്നു നോക്കിയാലോ. ദാ ഇതാണ് അവിടുത്തെ വിഭവങ്ങൾ. എല്ലാം കൂവയിലയിലാണ് പൊതിഞ്ഞു തരുന്നതും. ഇവിടുത്തെ ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ കാട്ടിലെ കടയിൽ തന്നെ വരണം. ഈ ഊണിന് മാത്രം 70 രൂപയാണ്. പിന്നെ 100 രൂപ കൊടുത്ത് ഒരു ചിക്കൻ തോരനും മേടിച്ചു. അങ്ങനെ ഒരു ഊണ് മേടിച്ച് ഞങ്ങൾ 2 പേരുമായി കഴിച്ചു. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഊണിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് തിരിച്ചു ബസ് എടുക്കുക. അതുകൊണ്ട് അവിടെ ഇറങ്ങി ചുറ്റുമുള്ള കാഴ്ചകളൊന്ന് കാണാമെന്ന് കരുതി. നിങ്ങൾ വിചാരിക്കും ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്ന്. ഇതൊക്കെ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് വിജനമായ സ്ഥലമാണ് കേട്ടോ. കീവുടുകളുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഞാനും സംസാരിക്കുന്നുണ്ട്. ഈ സംസാരമല്ലാതെ വേറൊരു സംസാരം നമുക്ക് കിട്ടത്തില്ല. ഇത് അങ്ങോട്ട് ഇറങ്ങിപ്പോയി സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഒരുപാട് ദൂരം നമുക്ക് പോകാൻ പറ്റത്തില്ല. ബസ് 2:40 എടുക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടോ. സത്യം പറഞ്ഞാൽ കുറേ എങ്ങനെയാണ് ഒരു ഭീകരാന്തരീക്ഷം പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്.
അപ്പം നമ്മളിപ്പോൾ പൊടിയകാലയിലാണ്. അപ്പം ബസ്സിൽ കയറിയപ്പോൾ ഒരു അമ്മ പറഞ്ഞു ഇവിടെയൊക്കെ ആന വന്നെന്ന് പറഞ്ഞു. ചോദിച്ചു നോക്കാം. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് രാഗിണി. രാഗിണി. ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ഇന്നലെ ഒരു 6-6:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആന ഇറങ്ങി. ശല്യം വല്ലതും ഉണ്ടായിരുന്നു? ശല്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവര് രാത്രി ഉറക്കമൊന്നും ഇല്ല. അവർ പലയിടത്ത് എല്ലാ ആദായങ്ങളും അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് വെളുക്കുന്നേരം ഉറങ്ങാതെ സൂക്ഷിച്ചെടുത്തെങ്കിലേ സാധനം കിട്ടുള്ളൂ. ഇവിടെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് രാത്രിയൊക്കെ വന്ന് വെടിവെക്കാന്നൊക്കെ പറയണം. അവർക്ക് പറ്റുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഒരു പരിധിയുണ്ട് ചെയ്യുന്നതിനും. മൃഗങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവരെ കൊണ്ട് പറ്റും പോലെയൊക്കെ ചെറിയ വിരട്ടി ഓടിക്കാന്നൊക്കെ ഉള്ളൂ. എന്നാലും പിന്നീടും വരും. ഇന്നലെ ഇവിടെ ഇറങ്ങിയല്ലേ ആന? ഇന്നലെ ഇവിടെ ഇറങ്ങി. ഞാൻ ഉണ്ടായിരുന്നു. കണ്ടായിരുന്നോ? കാണാൻ പറ്റൂല. മരു അങ്ങ് ദൂരെ പോയി. അപ്പോഴത്തേക്ക് എനിക്ക് പേടി. ആന ഇല്ലേ പിന്നെ എന്ന് പറയുമ്പത്തേ സുഖമില്ലാത്തോണ്ട് ഓടാൻ പോലും പറ്റൂല. നിന്ന് ഇടിവാക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അവര് വെടിവെച്ച് ഒരു മോനും കൊണ്ട് ഒരു ഭാര്യയും ഒരു 3 മാത്രമേ ഉള്ളൂ അവിടെ. അവര് വിരട്ടിയൊക്കെ ഓടിച്ച് പാട്ടയൊക്കെ ഇട്ടടിച്ച് അത്രയും കഷ്ടപ്പെട്ടാണ് അവര് സുഖമില്ലെങ്കിലും. നമുക്ക് ഇത് കാണാൻ വരുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവരുടെ കൃഷിക്കുമൊക്കെ നാശനഷ്ടങ്ങൾ ഈ വന്യമൃഗങ്ങൾ വരുത്തും. കാരണം നമുക്ക് എല്ലാ ഭാഗവും പറയണം വന്യമൃഗങ്ങളുടെ സ്ഥലമാണ്, അവർ വിഹരിക്കുന്ന സ്ഥലമാണ്. എന്നാലും ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് ഒരുപാട് ഫാമിലി ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇത്രയും ആൾക്കാർ താമസിക്കുന്നിടത്ത് വളരെ മോശമായിട്ടുള്ള ഈ ലൈലാൻഡിൻ്റെ വലിയ വണ്ടി വന്നിട്ട് പോലും ആ റോഡിൽ കൂടെ കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആ റോഡൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ ബാക്കി വളരെ കുറച്ചെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. ഒരു ആന വന്നാൽ പോലും എന്ത് വന്യമൃഗങ്ങൾ വന്നാൽ പോലും തേക്കന് അപ്പുറത്തോട്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. റോഡ് നല്ലതല്ല. കണ്ടല്ലോ റോഡ് നന്നെങ്കിലേ അവർക്ക് വേഗം വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ പറ്റൂ. ഒരു രക്ഷയില്ല. എപ്പോഴും അപകടം തന്നെ, അപകടങ്ങൾ സംഭവിക്കുന്നു. അപ്പുറത്തെ താമസക്കാരനാണ്. എന്താ ജോലി? എന്താ? കൂലിപ്പണി തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഊരുമൂപ്പനാണ് കേട്ടോ. മെയിൻ ആളാണ് കണ്ടുവെച്ചത്. നമുക്ക് ശ്രീമാറിയേട്ടനാണ്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ ആനയുടെ ശല്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടാണെന്നൊക്കെ. നിങ്ങൾ ഈ റോഡിനെ പറ്റി, ഈ റോഡ് ഞാൻ കണ്ടപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് റോഡ്. അതുമാത്രമാണ് ഞാൻ കണ്ടിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് പോയി 2 വീലർ പോലും നേരെ ഓടിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ. റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇനി ഇലക്ഷൻ പറഞ്ഞു ഇപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നേതാക്കന്മാരോടെ വരും. അതെ, ആ നേതാക്കന്മാർ അങ്ങനെ വരുന്ന നേതാക്കന്മാരുടെ എല്ലാം കൂടെ ഒന്നൊരു സെൽഫി എടുത്ത് വെച്ചോണം. കാരണം പിന്നെ അവരെ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയെങ്കിലും കണ്ട നമുക്ക് ഓർമ്മിക്കാം. അതാണ് വേറൊരു പ്രത്യേകത. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാം അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറയും. പക്ഷേ ഇവരുടെ എല്ലാവരുടെ അവസ്ഥകൾ എല്ലാ സ്ഥലത്തും എത്തിപ്പെടുമ്പോഴാണ് പല പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. നമ്മളൊക്കെ വളരെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്, വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട അവസ്ഥ. ഏറ്റവും വലിയ മെയിനായിട്ട് വേണ്ട കാര്യം ഗതാഗതം, അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ. റോഡാണ് മെയിൻ. ജോലിക്ക് പോകുന്ന, ഉപജീവനത്തിന് പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു മൃഗങ്ങൾ വന്നാലും വണ്ടി ഓടിച്ച് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. ആന ഓടിച്ചോണ്ടൊന്നും ഉച്ചയ്ക്ക് പറഞ്ഞ സമയത്ത് പകലൊന്നുമില്ല, രാത്രിയില്ല, എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ബസ് ഓടിച്ചു പോകാൻ കഴിയില്ല. ഒരു കാരണം സെക്കൻഡ് ഗിയറിലല്ലാതെ വേറൊരു ഗിയറിലും വണ്ടി മാറ്റി ഓടിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കുള്ള നല്ല റോഡാണ് കേട്ടോ. കാരണം വളരെ റോഡാണോ ആറ്റിൽ കൂടെ വണ്ടി ഓടിച്ചാൽ ഇതിനേക്കാളും നല്ലതായിട്ട് ഓടിക്കാൻ പറ്റും. കാരണം ആ ഒരു അവസ്ഥയാണ്. പിന്നെ അത്യാവശ്യം ബൈക്കുകൾ കുറച്ച് പയ്യന്മാർക്ക് ജോലിക്ക് പോകുന്നവർക്ക് ഒരു ബൈക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ വീടുകളിലും ഇല്ല, എന്നാലും കുറച്ച് ചുരുങ്ങിയ കുറച്ച് വീടുകൾ എല്ലാവരും മെയിനായിട്ട് ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. വലിയ കാര്യം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുണ്ടായിരുന്നു സംഭവം. അപ്പൊ ഈ ഇടയ്ക്ക് അവര് വിത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം വിത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞ പന്നികള് ഇതെല്ലാം അടിച്ചെടുക്കലാണ്. ഒരു കൃഷി ചെയ്യാൻ ഒക്കില്ല. പിന്നെ ചേമ്പ് ഇതെല്ലാം നമ്മളിവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കണേ. എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ആ ആഹാരം എന്ന് നമ്മൾ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഉപ്പ്, ഈ വറ്റിനുമുളക് അത് നമ്മൾ അരച്ചാറ് കൂട്ടും. ഹോസ്പിറ്റലില് ഞാൻ പോയിട്ട് പനി പിടിക്കുമ്പോ ഇപ്പോഴസുഖങ്ങൾ അല്ല, മുമ്പേ അങ്ങനെയില്ല. അതെ, ഭക്ഷണം ഈ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. അല്ല, ആഴ്ചയിലും ഒക്കെ തന്നെയാണ്. ആഴ്ചയിലും ഡെയിലി പോയി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പുറത്തുനിന്ന് കംപ്ലീറ്റ് ഇപ്പൊ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിലാണ്. ഇപ്പൊ ബസ് ദിവസമായിട്ട് ഈ ബസ്സുകളുണ്ട്. ഇതിൽ ഈ ബസ്സിലാണ് നമ്മൾ ആൾക്കാർ മിക്കുള്ള ആൾക്കാരും. പിന്നെ 2 വീലർ മാക്സിമം ആൾക്കാർ കുറവാണ്.
ഇതിലാണ് ആൾക്കാർ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഈ ബസ് പോയിട്ട് നെടുമങ്ങാട് പോയിട്ട് റിട്ടേൺ പച്ചക്കറി വരെ ഇപ്പം പുറത്തുനിന്ന് കംപ്ലീറ്റ് പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ ഒരു സാധനം കിട്ടില്ലല്ലോ. അപ്പൊ പഴത്തിന് ഉദാഹരണത്തിന് പഴത്തിന് തന്നെ ഒരു രസകളി പഴവോ വല്ലതും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ പോയി വാങ്ങിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടെ കിട്ടില്ല. ഇവിടെ ചെയ്യണത് ആന പന്നി ഇതെല്ലാം നട്ട് നമ്മളിപ്പോ മാറണ്ട. അതിന് മുമ്പേ അത് ആ രാത്രി തന്നെ അതിനെ കുത്തി മറിക്കുകയാണ് പന്നിയായിട്ട്. അങ്ങനെയൊന്നും ഒരു രക്ഷയില്ല സംഭവം. ഇതാണ് പൊടിയകാല. ബസ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ബസ് സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ആൾക്കാർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ലാസ്റ്റ് പോയിൻ്റാണ്. ഇവിടെ കുറച്ച് നേരം ഒരു 1/4 മണിക്കൂർ ബസ് ഇട്ടേക്കും. ആ സമയം നമ്മൾ ഇറങ്ങി ഊണൊക്കെ കഴിച്ചു. അപ്പം 2 പേരും ഉണ്ടായിരുന്നു. ഡ്രൈവർ സാറും ഉണ്ടായിരുന്നു, കണ്ടക്ടർ സാറും ഉണ്ടായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു അവരും. അപ്പം നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ഗൈഡ് ചെയ്തു. അവർ വരുന്ന വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ 2 പേരും മാത്രമേ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു നഷ്ട സർവീസ് ആണെങ്കിലും ഇതൊരു കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു സർവീസ് തന്നെയാണെന്ന് അവർ പറഞ്ഞത്. അവരതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് അവരുടെ ഇവിടെ വന്നിട്ട് ഒരാളെ യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവർ കൊണ്ടുവരും, അല്ലെങ്കിലും ബസ് വന്നേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ലൊരു അന്തരീക്ഷമായിട്ട് ഇവിടെ വന്നു. ഇപ്പോൾ ഒരു മഴയൊക്കെ ചാറി തുടങ്ങി. നമുക്കിനി വണ്ടിയിലോട്ട് പോകാം.